ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഓഗസ്റ്റ് 11, 2020. ഇന്നാണ് ഡ്രാഫ്റ്റ് EIA 2020 അതിനെപ്പറ്റിയുള്ള നമ്മുടെ അഭിപ്രായങ്ങളും എതിരഭിപ്രായങ്ങളും വിമർശനങ്ങളും ഒക്കെ മിനിസ്ട്രിയിലേക്ക് അയക്കേണ്ട അവസാന ദിവസം ഇന്നാണ്. എന്താണ് EIA അല്ലെങ്കിൽ എന്താണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്ന ഡ്രാഫ്റ്റ് EIA 2020 എന്നിവയെക്കുറിച്ച് എനിക്ക് മനസ്സിലായ കാര്യങ്ങളും എനിക്കറിയാവുന്ന കാര്യങ്ങളും നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഈ ഓഡിയോ പോഡ്കാസ്റ്റുമായിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കുറച്ച് ബേസിക് കാര്യങ്ങളുണ്ട്. അതിലേക്ക് ആദ്യം പോയിട്ട് നമുക്ക് ഡ്രാഫ്റ്റ് EIA 2020 പോകാം. ആദ്യമായിട്ട് നമ്മൾ അറിയേണ്ടത് എൻവിറോൺമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട്, പരിസ്ഥിതി സംരക്ഷണ നിയമം. അതാദ്യമായിട്ട് പാർലമെൻറ്റ് പാസ്സാക്കി നിയമമായത് 1986 1986 ആ നിയമത്തിലെ സെക്ഷൻ 3 പറയുന്നത് കേന്ദ്ര സർക്കാരിന് പ്രകൃതിയെ സംരക്ഷിക്കാനും അത് ഇംപ്രൂവ് ചെയ്യാനുമായിട്ടുള്ള പ്രൊട്ടക്റ്റ് ചെയ്യാനുമൊക്കെ കുറേയധികം കാര്യങ്ങൾ ചെയ്യാനുള്ള പവേഴ്സ് നൽകിയിട്ടുണ്ട്. ആ പവേഴ്സ് പ്രകാരം സെക്ഷൻ 3 പറയുന്ന ഈ പവേഴ്സ് പ്രകാരം കേന്ദ്ര സർക്കാർ ആദ്യമായിട്ട് 1994 ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കി. EIA നോട്ടിഫിക്കേഷൻ 1994, എൻവിറോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് നോട്ടിഫിക്കേഷൻ. ഈ 1994 നോട്ടിഫിക്കേഷൻ പിന്നീട് റീപ്ലേസ് ചെയ്തത് 2006 അതിനെയാണ് നമ്മൾ 2006 നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ EIA 2006 എന്ന് പറയുന്നത്. എൻവിറോൺമെൻറ്റൽ ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് 2006 ആണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. 2020 ഡ്രാഫ്റ്റ് കൺഫേം ചെയ്തിട്ട് അത് ഫൈനൽ ചെയ്തിട്ട് കൺഫേം ചെയ്തിട്ട് മാത്രമേ ഈ 2006 നോട്ടിഫിക്കേഷൻ്റെ സാധുത പോവുള്ളൂ. ഇനി 2020 ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷനിൽ 2006 EIA നോട്ടിഫിക്കേഷനിൽ പറയുന്നത് നിന്നും വിഭിന്നമായി എന്തൊക്കെ ചേഞ്ചസ് വന്നിട്ടുണ്ട് എന്നറിയാനായിട്ട് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് 2006 നോട്ടിഫിക്കേഷനാണ്. എന്താണ് EIA 2006? നമുക്കറിയാം, നമ്മൾ ഇപ്പോൾ വണ്ടി ഓടിക്കുവാണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസ് വേണം. അതുപോലെ തന്നെ എൻവിറോൺമെൻറ്റൽ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം. അതുപോലെ തന്നെ ഒരു ഇൻഡസ്ട്രി തുടങ്ങുമ്പോഴോ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോഴോ ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം കുറേയധികം പ്രൊജക്ട്സും ആക്ടിവിറ്റീസും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ചെയ്യുവാനായിട്ട് എൻവിറോൺമെൻറ്റൽ ക്ലിയറൻസ് വേണം എന്നാണ് ഈ EIA 2006 പറയുന്നത്. അങ്ങനെയുള്ള പ്രൊജക്റ്റിനെയും ആക്ടിവിറ്റീസിനെയും രണ്ടായിട്ടാണ് EIA 2006 തരംതിരിച്ചിരിക്കുന്നത്. ഒന്ന്, അതിൻ്റെ ഷെഡ്യൂളിലുണ്ട് കാറ്റഗറി A, 2 കാറ്റഗറി B. ഈ കാറ്റഗറി A പ്രൊജക്റ്റ് എന്ന് പറയുന്നത്, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ആറ്റമിക് എനർജിയുടെ ന്യൂക്ലിയർ പവർ പ്രൊജക്ട്സ്, അതുപോലെ മൈനിങ് ഓഫ് മിനറൽസ്, ഖനനം, അത് 50 ഹെക്ടറിന് മുകളിലുള്ള ഏരിയ ഉള്ള ഒരു പ്രൊജക്റ്റ് ആണെങ്കിൽ, അതുപോലെ പെട്രോളിയം റിഫൈനിങ് ഇൻഡസ്ട്രി, അതൊക്കെ കാറ്റഗറി എയിലാണ്. ഈ കാറ്റഗറി എയിലുള്ള പ്രൊജക്റ്റിന് ക്ലിയറൻസ് കൊടുക്കേണ്ടത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ മിനിസ്ട്രിയാണ്. അതുപോലെ കാറ്റഗറി B പ്രൊജക്റ്റിന് ക്ലിയറൻസ് കൊടുക്കേണ്ടത് സ്റ്റേറ്റ് എൻവിറോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് അതോറിറ്റി എന്ന് പറയുന്ന ഒരു റെഗുലേറ്ററി അതോറിറ്റിയാണ്. ആ റെഗുലേറ്ററി അതോറിറ്റി ആണ് ഇതിന് കൊടുക്കേണ്ടതെങ്കിലും ആ റെഗുലേറ്ററി അതോറിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് സെൻട്രൽ ഗവൺമെൻറ് തന്നെയാണ്. ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ റെഗുലേറ്ററി അതോറിറ്റിക്ക് സ്വമേധയാ എൻവിറോൺമെൻറ്റൽ ക്ലിയറൻസ് കൊടുക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇല്ല. ഈ റെഗുലേറ്ററി അതോറിറ്റി ഷുഡ് ആക്ട് ഓൺ എ റെക്കമെൻഡേഷൻ. ഒരു റെക്കമെൻഡേഷൻ കിട്ടിയിട്ട് ആരിൽ നിന്നും ഒരു എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റി എന്ന് പറയുന്ന ഒരു അപ്രൈസൽ കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട് ഈ നോട്ടിഫിക്കേഷൻ പ്രകാരം. അത് കേന്ദ്രതലത്തിൽ അതിനെ എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റി എന്ന് പറയുന്നു. സംസ്ഥാനത്തിൻ്റെ തലത്തിൽ അത് സ്റ്റേറ്റ് എൻവിറോൺമെൻറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻറ്റ് അതോറിറ്റിക്ക് പകരം
അത് റെക്കമെൻഡേഷൻ എടുക്കേണ്ടത് സ്റ്റേറ്റ് ലെവൽ എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റിയാണ്. സ്റ്റേറ്റ് ഓർ യൂണിയൻ ടെറിട്ടറി ലെവൽ എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റി. കാറ്റഗറി ബി പ്രൊജക്ട്സ് ഈ നോട്ടിഫിക്കേഷൻ്റെ ഷെഡ്യൂൾ നോക്കിയാൽ നമുക്കറിയാം ഓരോ ആക്ടിവിറ്റീസും അതിൻ്റെ ഓരോ കണ്ടീഷൻസ് വെച്ചുകൊണ്ട് അത് കാറ്റഗറി എ ആയിട്ട് തിരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കാറ്റഗറി ബി ആയിട്ട് തിരിച്ചിട്ടുണ്ട്. ഈ 2006 നോട്ടിഫിക്കേഷൻ പ്രകാരം ഈ ക്ലിയറൻസ് വേണ്ടത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഒരു ഇൻഡസ്ട്രി അല്ലെങ്കിൽ ഒരു സ്ഥാപനം തുടങ്ങുന്നതിന് അതിൻ്റെ കൺസ്ട്രക്ഷന് മുമ്പായിട്ട് തന്നെ ക്ലിയറൻസ് വേണം എന്നാണ് നമ്മുടെ 2006 എക്സിസ്റ്റിംഗ് നോട്ടിഫിക്കേഷൻ പറയുന്നത്. അതുപോലെ മോഡേണൈസേഷനും നിശ്ചിത കപ്പാസിറ്റിക്ക് മുകളിൽ അത് ഷെഡ്യൂളിൽ പറയുന്ന തരത്തിലാണ്. നിശ്ചിത കപ്പാസിറ്റിക്ക് മുകളിൽ മോഡിഫിക്കേഷനോ അങ്ങനെയൊക്കെ നടത്തുന്നുണ്ടെങ്കിലും ഈ ക്ലിയറൻസ് ആവശ്യമുണ്ട് എന്ന് 2006 നോട്ടിഫിക്കേഷൻ പറയുന്നു. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു 2 റെഗുലേറ്ററി അതോറിറ്റിയാണുള്ളത്. കാറ്റഗറി എ പ്രൊജക്റ്റിന് സെൻട്രൽ ഗവൺമെൻറ് മിനിസ്ട്രിയാണ്. രണ്ടാമത്തെ ഇതിന് സ്റ്റേറ്റ് എൻവിറോൺമെൻറ്റ് ഇമ്പാക്ട് അസസ്മെൻറ്റ് അതോറിറ്റിയാണ്. ഇവർ രണ്ടുപേരുമാണ് റെഗുലേറ്ററി അതോറിറ്റി. ഈ റെഗുലേറ്ററി അതോറിറ്റിക്ക് റെക്കമെൻഡ് ചെയ്യാൻ വേറെ 2 കമ്മിറ്റിയുണ്ട്. അതിനെയാണ് എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റി, പിന്നെ സ്റ്റേറ്റ് ലെവൽ എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റി. ഇനി എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റി ചെയ്യേണ്ട ജോലികൾ എന്താണ് എന്നാണ്. അതിന് 4 സ്റ്റേജാണ് 2006 നോട്ടിഫിക്കേഷൻ പറയുന്നത്. ഒരാൾ ഒരു ഇൻഡസ്ട്രി തുടങ്ങാനായിട്ട് ഈ എൻവിറോൺമെൻറ്റൽ ക്ലിയറൻസിന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ഇത് 4 സ്റ്റേജിലൂടെയാണ് ആ ആപ്ലിക്കേഷൻ കടന്നു പോകുന്നത്. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സ്ക്രീനിങ് ആണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, സ്ക്രീനിങ് എന്ന് പറയുന്നത് കാറ്റഗറി ബി പ്രൊജക്ട്സിന് വേണ്ടി മാത്രമാണ്. അതായത് ഈ പറയുന്ന സംസ്ഥാന അതോറിറ്റി ക്ലിയറൻസ് നൽകേണ്ട പ്രൊജക്റ്റിന് മാത്രമാണ് ഈ സ്ക്രീനിങ് എന്ന് പറയുന്ന സ്റ്റേജ് ഉള്ളത്. സ്ക്രീനിങ്ങിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഈ സ്ക്രീനിങ് എൻവിറോൺമെൻറ്റൽ അസസ്മെൻറ്റ് കമ്മിറ്റിയുടെ ഇമ്പാക്ട് അസസ്മെൻറ്റ് കമ്മിറ്റിയുടെ മുമ്പിൽ ഈ ആപ്ലിക്കേഷൻ വരുമ്പോൾ അവർ നോക്കേണ്ട കാര്യം ഇത് B1 പ്രൊജക്റ്റിൽ പെടുന്നതാണോ അതോ കാറ്റഗറി B2 എന്നാണോ. ഈ കാറ്റഗറി B1 ആൻഡ് B2 എന്ന് പറയുന്ന 2 സബ് കാറ്റഗറൈസേഷൻ നടത്തുന്നത് സെൻട്രൽ ഗവൺമെൻറ് തന്നെയാണ്. അത് ഓരോ ഘട്ടത്തിലും അവർ ഒഫീഷ്യൽ മെമ്മോറാണ്ടംസ് പുറപ്പെടുവിപ്പിച്ച് B1 ആൻഡ് B2 എന്ന് പറയുന്ന ഒരു 2 സബ് കാറ്റഗറൈസേഷൻ ഉണ്ട്. ഈ കാറ്റഗറി B2-ന് ഈ എൻവിറോൺമെൻറ്റ് ഇമ്പാക്ട് അസസ്മെൻറ്റ് റിപ്പോർട്ട് ആവശ്യമില്ല. മാത്രമല്ല ഇനി അടുത്ത വരുന്ന പബ്ലിക് കൺസൾട്ടേഷനും സ്കോപ്പിംഗ് എന്ന് പറയുന്ന സ്റ്റേജ് അതിന് ബാധകം അല്ല. ഇനി അടുത്തത് സ്കോപ്പിംഗ് എന്ന് പറയുന്ന ഒരു സ്റ്റേജാണ്. ഈ കാറ്റഗറി എയിലും B1-ലും പെടുന്ന പ്രൊജക്റ്റുകൾക്കോ ആക്ടിവിറ്റീസിനോ ഈ പറയുന്ന എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റി അല്ലെങ്കിൽ സ്റ്റേറ്റ് എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റി, ഈ 2 ഏതാണോ അപ്രൈസൽ കമ്മിറ്റി, ബാധകമായ അപ്രൈസൽ കമ്മിറ്റി എന്ന് വെച്ചാൽ അവർ ഒരു ടേംസ് ഓഫ് റെഫറൻസ് ഈ എൻവിറോൺമെൻറ്റിനെ ഈ പ്രൊജക്റ്റ് കൊണ്ട് ബാധിക്കാവുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളും അതിനെപ്പറ്റിയുള്ള ഒരു ടേംസ് ഓഫ് റെഫറൻസ് തയ്യാറാക്കുക എന്നുള്ളതാണ്, ഒരു സ്റ്റഡി തയ്യാറാക്കുക എന്നുള്ളതാണ് ഈ സ്കോപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് അടുത്ത പ്രധാനപ്പെട്ട ഒരു സ്റ്റേജാണ് ഈ പബ്ലിക് കൺസൾട്ടേഷൻ എന്നുള്ളത്. എന്താണ് ഈ പബ്ലിക് കൺസൾട്ടേഷൻ? പബ്ലിക് കൺസൾട്ടേഷൻ നമ്മൾ ആ ടേമിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം. അവിടെ അടുത്തുള്ള ആളുകളും ആയിട്ടുള്ള അവരുടെ അഭിപ്രായങ്ങൾ ആരായുക, അവരുടെ കൺസേൺസ് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ പബ്ലിക് കൺസൾട്ടേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ പബ്ലിക് കൺസൾട്ടേഷൻ ഈ കാറ്റഗറി B1 പ്രൊജക്റ്റിന് മാത്രം ആണ് ബാധകമായിട്ടുള്ളത്. മാത്രമല്ല 2006 നോട്ടിഫിക്കേഷൻ പ്രകാരം ഇറിഗേഷൻ പ്രൊജക്ട്സിൻ്റെ മോഡേണൈസേഷനോ അതുപോലെ B2 പ്രൊജക്ട്സും ആക്ടിവിറ്റീസും അതൊക്കെ ഈ പബ്ലിക് കൺസൾട്ടേഷൻ വേണ്ട എന്ന് പറയുന്നുണ്ട്. അതുപോലെ എക്സ്പാൻഷൻ ഓഫ് റോഡ്സ് ആൻഡ് ഹൈവേസ്, അതുപോലെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് പാർക്സ്, അതിനൊക്കെ ഇത്
പബ്ലിക് കൺസൾട്ടേഷൻ ആവശ്യമില്ല. ഇനി 2 തരത്തിലുള്ള പബ്ലിക് കൺസൾട്ടേഷൻ ഉണ്ട്. ഒന്ന്, ഒരു പബ്ലിക് ഹിയറിംഗ്, ഒരു പൊതു ചർച്ച. ഈ ഇൻഡസ്ട്രി സ്ഥാപനം നടത്തുന്നതിൻ്റെ ക്ലോസ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ചിട്ട് ആളുകളെയൊക്കെ വിളിച്ചിട്ട് കൺസേൺ ഉള്ള ആളുകൾ ചർച്ച ചെയ്യുന്നതാണ് ഈ പബ്ലിക് കൺസൾട്ടേഷൻ എന്ന് പറയുന്ന ഒന്നാമത്തെ ടൈപ്പ്. രണ്ടാമത്തേത്, ഇതിനെപ്പറ്റി കൺസേൺസ് ഉള്ളവരിൽ നിന്നും റിട്ടേൺ ആയിട്ടുള്ള റെസ്പോൺസസ് മേടിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ടൈപ്പ് ഓഫ് പബ്ലിക് കൺസൾട്ടേഷൻ. ഇത് നടത്തേണ്ടത് സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ്, അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ്. എന്നിട്ട് 45 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ ഒരു റിപ്പോർട്ട് അപ്രൈസൽ കമ്മിറ്റിക്കും ആപ്ലിക്കൻറ്റിനും, അതായത് ഇൻഡസ്ട്രി തുടങ്ങാവുന്ന ആളുകൾക്കും ഇത് പ്രൊസീഡിങ്സ് അവർ നൽകേണ്ടതാണ്. അടുത്ത സ്റ്റേജാണ് അപ്രൈസൽ എന്ന് പറയുന്നത്. ഇതൊക്കെ ഈ ഘട്ടങ്ങളെല്ലാം നോക്കിയിട്ട് പബ്ലിക് കൺസൾട്ടേഷനിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങളും അതുപോലെ തന്നെ ഈ പറയുന്ന ടേംസ് ഓഫ് റെഫറൻസും എല്ലാം നോക്കിയിട്ട് ഈ എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റി അത് സെൻട്രൽ തലത്തിലും സ്റ്റേറ്റ് തലത്തിലും ഏതാണെന്ന് വെച്ചാൽ അത് ഒരു റെക്കമെൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് ഇതിന് ക്ലിയറൻസ് കൊടുക്കാമോ വേണ്ടയോ എന്ന് റെക്കമെൻഡേഷൻ കൊടുക്കേണ്ട ഒരു ഘട്ടമാണിത്. അത് അവർ യുക്തമായ തീരുമാനമെടുത്തിട്ട് അത് കൺസേൺഡ് റെഗുലേറ്ററി അതോറിറ്റിക്ക് അത് റിപ്പോർട്ട് ചെയ്യും. ഇത് കൺസേൺഡ് റെഗുലേറ്ററി അതോറിറ്റിയാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്, ഇത് നൽകണോ വേണ്ടയോ എന്നുള്ളത്. നോർമലി നോട്ടിഫിക്കേഷൻ പറയുന്നു, നോർമലി ഈ എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റികൾ പറയുന്ന കാര്യം ഇവർ നടപ്പാക്കണം. അതായത് നൽകണം എന്ന് പറഞ്ഞാൽ നൽകണം, നൽകണ്ട എന്ന് പറഞ്ഞാൽ നൽകണ്ട. പക്ഷേ അവർക്ക് വേറെ ഒരു അഭിപ്രായമുണ്ട്, മിനിസ്ട്രിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന അതോറിറ്റിക്കും വേറെ അഭിപ്രായമുണ്ട് എന്നുണ്ടെങ്കിൽ അവർ ഇത് തിരിച്ച് ഈ എക്സ്പേർട്ട് അപ്രൈസൽ കമ്മിറ്റിക്ക് ഇത് തിരിച്ച് റീകൺസിഡർ ചെയ്യാനായിട്ട്, പുനഃപരിശോധിക്കാനായിട്ട് തിരിച്ചയക്കണമെന്നാണ് നോട്ടിഫിക്കേഷൻ പറയുന്നത്. ഇവരത് തിരിച്ചയച്ചു കഴിഞ്ഞാൽ അവർക്ക് തീരുമാനം മാറ്റണമെങ്കിൽ അത് മാറ്റാം, പക്ഷെ മാറ്റിയില്ലെങ്കിൽ ഇവരുടെ തീരുമാനം തന്നെയായിരിക്കും അന്തിമമായിട്ടുള്ളത്. റെക്കമെൻഡേഷൻ നോ ആണെങ്കിൽ അത് നോ തന്നെയായിരിക്കും, യെസ് ആണെങ്കിൽ അത് യെസ് തന്നെയായിരിക്കും. ഇതാണ് ചുരുക്കി പറഞ്ഞാലുള്ള ഇതിൻ്റെ ഒരു സ്ട്രക്ചർ. ഈ എൻവിറോൺമെന്റൽ ഇമ്പാക്ട് അസസ്മെന്റ് 2006 നോട്ടിഫിക്കേഷൻ്റെ ഒരു ചുരുക്കി പറഞ്ഞാലുള്ള ഒരു പ്രൊസീജിയർ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് പ്രൊസീജിയർ, ഇതിൻ്റെ അപ്പൻഡിക്സും ഇതിൻ്റെ ഷെഡ്യൂളും ഒക്കെ നോക്കിയിട്ട് നമുക്ക് ഇതിനെ കൂടുതൽ വിശദീകരിക്കാം. പക്ഷെ ഒരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയാണ് ഞാൻ ഇത്രയും ചുരുക്കി പറഞ്ഞത്. അതുപോലെ തന്നെ 3 സ്റ്റേജ് കൂടി ബാക്കിയുണ്ട്. ഇത് വാലിഡിറ്റി ഓഫ് എൻവിറോൺമെന്റൽ ക്ലിയറൻസ്. ഇപ്പോൾ നമുക്കറിയാം ഡ്രൈവിംഗ് ലൈസൻസിന് ഒരു വാലിഡിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾക്കും വാലിഡിറ്റി ഉണ്ട്. ആ വാലിഡിറ്റി കഴിഞ്ഞാൽ അത് പുതുക്കണം. ഇതിനും എൻവിറോൺമെന്റൽ ക്ലിയറൻസിനും ഓരോ പ്രൊജക്ട് അനുസരിച്ച് അതിന് ഷെഡ്യൂളിൽ അപ്പൻഡിക്സിലൊക്കെ പറയുന്ന പോലെ അതിനൊരു വാലിഡിറ്റി ഉണ്ട്. അതുപോലെ പോസ്റ്റ് എൻവിറോൺമെന്റൽ ക്ലിയറൻസ് മോണിറ്ററിംഗ്, ഇത് ഓരോ വർഷവും ഇത് ക്ലിയറൻസ് കിട്ടി എന്ന് പറഞ്ഞിട്ട് എന്തും ചെയ്യാനുള്ള ലൈസൻസ് അല്ല. അത് ഓരോ വർഷവും ഈ പറയുന്ന ഇൻഡസ്ട്രി ഇതിനെ പറ്റിയുള്ള റിപ്പോർട്ടുകൾ ഈ പറയുന്ന അതോറിറ്റീസിന് അയച്ചു കൊടുക്കേണ്ടതാണ്. ഇത് ട്രാൻസ്ഫറബിൾ ആണ്. എൻവിറോൺമെന്റൽ ക്ലിയറൻസ് ഇപ്പോൾ വേറെ ഒരു കമ്പനി ആ പ്രൊജക്ട് വാങ്ങിച്ചുവെങ്കിൽ ഈ ക്ലിയറൻസും ട്രാൻസ്ഫറബിൾ ആണ് എന്ന് പറയുന്നു. ഇതാണ് ചുരുക്കി പറഞ്ഞാൽ EIA 2006 നോട്ടിഫിക്കേഷൻ. ഇനി 2020 ഡ്രാഫ്റ്റ് നോട്ടിഫിക്കേഷനിൽ വരുന്ന ചേഞ്ചസിനെ പറ്റി ഞാൻ വേറൊരു ഓഡിയോ ഇടുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം.